എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിൻ്റെ ബാക്കി കഥയിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ ശൂർപ്പണഖ അലറി വിളിച്ച് ചോരയൊലിപ്പിച്ച് സഹോദരൻ്റെ അടുക്കലെത്തുന്നവരെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം. അവളുടെ സഹോദരൻ ഖരൻ ഇത് കേട്ട ഉടനെ തന്നെ കുറേ കിങ്കരന്മാരുമായിട്ട് ഒരു 10,000 കിങ്കരന്മാരും കൂടി ശ്രീരാമൻ്റെ അടുക്കൽ യുദ്ധത്തിന് വന്നു. നിമിഷ നേരം കൊണ്ട് രാമൻ അവരെ എല്ലാം കൊന്നു. പ്രത്യേകം ശൂർപ്പണഖയ്ക്ക് സങ്കടമായി. അവൻ പോയിട്ടും അവനെ ശ്രീരാമനെ കൊല്ലാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവൾ വേഗം അവിടുന്ന് അലറി വിളിച്ചുകൊണ്ട് രാവണൻ്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ കാട്ടിലലഞ്ഞു നടക്കുന്ന സമയത്ത് സീതാദേവിയെ കണ്ട കാര്യവും തൻ്റെ സഹോദരനായ ഖരനെ വിട്ടതുമൊക്കെ ഈ ജ്യേഷ്ഠ സഹോദരനായ രാവണൻ്റെ അടുക്ക വന്ന് സങ്കടമൊക്കെ പറഞ്ഞു. അവരെയൊക്കെ ശ്രീരാമൻ നിമിഷ നേരം കൊണ്ട് കൊന്നു. അവരനത്ര നിസ്സാരനല്ല. കൂട്ടത്തിൽ ഇങ്ങനെ കൂടി പറഞ്ഞു, ആ രാമൻ്റെ അടുത്ത് അതിസുന്ദരിയായ ഒരു സ്ത്രീയുണ്ട്. അവളൊപ്പം ഉള്ളത് കൊണ്ട് അവൻ ഇത്രയും ശക്തി. അവളെ നിനക്ക് ഭാര്യയാക്കാൻ പറ്റിയവളെന്ന് കരുതി ഞാൻ അവിടെ ചെന്നത്. രാവണൻ തൻ്റെ പൂർവ്വവൃത്താന്തം ഓർത്തു. നാരായണനാണ് വന്നിരിക്കുന്നത്. ഭക്തി കൊണ്ട് പ്രസാദിക്കത്തില്ല, വിദ്വേഷത്തോടെ ചെന്നാലേ പറ്റൂ. അങ്ങനെ ആലോചിച്ച് പിറ്റേന്ന് രാവണൻ മാരുജൻ എന്ന രാക്ഷസനെ കണ്ടു. വിവരങ്ങളൊക്കെ പറഞ്ഞു. രാത്രി രാവണൻ ഉറക്കം വന്നിട്ടില്ല. സീതയെ സ്വന്തമാക്കണം, അങ്ങനെ തൻ്റെ ആഗ്രഹം നടക്കണം. എന്നിട്ട് മാരുജൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എനിക്ക് നീ മാത്രമേ ആശ്രയമുള്ളൂ. നീ ഒരു സ്വർണ്ണവർണ്ണം പൂണ്ട മാനിൻ്റെ രൂപത്തിൽ ചെന്ന് ആശ്രമത്തിൽ നിന്നും അകറ്റിയാൽ ഞാൻ അവളെയും കൊണ്ട് പോരാം. രാവണനോട് പലതും പറഞ്ഞു നോക്കി മാരുജൻ, ശ്രീരാമൻ ആരാണെന്നുമൊക്കെ. അതൊന്നും രാവണൻ ചെവിക്കൊണ്ടില്ല. അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നടന്നില്ല. അങ്ങനെ മാരുജനെ പറഞ്ഞു, ഞാൻ നിന്നെ നിമിഷ നേരം കൊണ്ട് കൊന്നുകളയും. നീ എൻ്റെ വാക്ക് കേൾക്കാൻ സാധ്യമല്ല എങ്കിൽ എനിക്ക് നിന്നെ ഇപ്പോൾ തന്നെ കൊല്ലേണ്ടി വരും. അത് കേട്ടപ്പോൾ മാരുജൻ വിചാരിച്ചു, ഈ ദുഷ്ടൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിലും ഭേദം ശ്രീരാമൻ്റെ കൈകൊണ്ട് മരിച്ചാൽ മോക്ഷം കിട്ടും എന്ന് കരുതി ഒരു മാനിൻ്റെ രൂപത്തിൽ ചെന്ന് അകറ്റുന്നു. സ്വർണ്ണവർണ്ണത്തിലുള്ള ഒരു മാനായിട്ട് ചെന്നു. രാമൻ ഇങ്ങനെ സംഭവിക്കുമെന്നൊക്കെ മനസ്സിലാക്കി സീതയോട് പറഞ്ഞു, ഇപ്പോൾ രാവണൻ വന്നേക്കും, നീ വളരെ സൂക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് മായാസീതയെ പർണശാലയിൽ നിർത്തി രാവണനെ വധിച്ചു വരുന്നത് വരെ നീ വഹ്നിമണ്ഡലത്തിൽ മറഞ്ഞു വസിക്കണം. മാരുജൻ ആശ്രമ പരിസരത്ത് വന്ന് തുള്ളിക്കളിച്ചു. സീതയ്ക്ക് മാനിനെ കണ്ട് കൗതുകം തോന്നി. അതിനെ പിടിച്ചു നൽകാൻ രാമനെ നിർബന്ധിച്ചു. എനിക്ക് ആ മാനിനെ പിടിച്ചു തരണം. ഒരുപാട് നേരം രാമനെ നിർബന്ധിക്കുകയാണ്. സഖി കേട്ട് രാമൻ ആ മാനിൻ്റെ പുറകെ പോകുന്നു. എന്നിട്ട് ലക്ഷ്മണനെ കാവൽ നിർത്തിയിട്ടാണ് രാമൻ പോകുന്നത്. ലക്ഷ്മണ, നീ സീതാദേവിയെ നോക്കിക്കോണം. രാക്ഷസന്മാരൊക്കെ ഉള്ള ഇതാണ്. ഞാൻ ഇപ്പോൾ വരാം, അതുവരെ നീ ഇവിടെ തന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണനെ അവിടെ നിർത്തിയെങ്കിലും സീതാദേവി നിർബന്ധിക്കുകയാണ്. ലക്ഷ്മണ, രക്ഷിക്കൂ രക്ഷിക്കൂ എന്നൊരു വിളി കേൾക്കുന്നു. അപ്പോൾ അത് കേട്ട് സീതാദേവി പറഞ്ഞു, നോക്കൂ, ജ്യേഷ്ഠൻ്റെ കരച്ചിലാണ്. ജ്യേഷ്ഠനെ ആരെങ്കിലും രാക്ഷസന്മാർ ഉപദ്രവിച്ച് കാണും. എളുപ്പം ചെല്ലൂ ലക്ഷ്മണ. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠൻ്റെ തൊണ്ടയിൽ നിന്നും ഇങ്ങനെയുള്ള അപശബ്ദങ്ങളൊന്നും വരത്തില്ല. ജ്യേഷ്ഠനല്ലാതെ ജ്യേഷ്ഠനൊരാപത്തും സംഭവിക്കത്തില്ല. പക്ഷേ സീതാദേവി നിർബന്ധിച്ചു, എളുപ്പം ചെന്ന് ജ്യേഷ്ഠനെ രക്ഷിക്കൂ. ജ്യേഷ്ഠനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ സീതാദേവിയുടെ പരുഷമായ വാക്കുകേട്ട് ലക്ഷ്മണൻ രാമനെ തേടിപ്പോയി. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അതിയായ ആഗ്രഹം പാടില്ല. ആ സ്വർണ്ണമാനിനോടുള്ള ആഗ്രഹം അപകടത്തിന് കാരണമായി അല്ലേ? അങ്ങനെ രാവണൻ സന്യാസിയായിട്ട് അവിടെ എത്തി ഭിക്ഷയയച്ചു. ഭിക്ഷ നൽകാനായിട്ട് സീതാദേവി ഇറങ്ങിച്ചെന്നു. അങ്ങനെ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം രാവണനെ വധിക്കാനുള്ള വഴിയിലേക്ക് വരുന്നു. രാമൻ സീതാദേവി നഷ്ടപ്പെട്ട സങ്കടത്തിൽ, ലക്ഷ്മണ, നീ എന്തിനാ ദേവിയെ തനിച്ചാക്കി പോകുന്നു എന്നൊക്കെ ചൊല്ലി ദുഃഖഭാവം പൂണ്ടു. അതൊക്കെ അഭിനയിച്ചു. രാവണൻ സീതയെ അപഹരിച്ച് വിമാനത്തിൽ പോകുന്ന സമയത്ത് ശ്രീരാമനെ വിളിച്ച് രക്ഷിക്കാൻ വേണ്ടി വിലപിക്കുന്നു കേട്ടു. ഈ ശബ്ദം ജടായു എന്ന പക്ഷിശ്രേഷ്ഠൻ കേട്ടു. തൻ്റെ സ്വാമിയുടെ പത്നിയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുകയോ എന്ന് മനസ്സിലാക്കി രാവണനെ ചെന്ന് കാൽനഖം കൊണ്ട് ചിറക് കൊണ്ടുമൊക്കെ അടിച്ച് തേരൊക്കെ നശിപ്പിച്ചു. ഈ സമയത്ത് കയ്യിലിരുന്ന ചന്ദ്രഹാസം എന്ന വാൾ കൊണ്ട് ജടായുവിനെ വെട്ടി താഴെയിട്ടു. എന്നിട്ട് രാവണൻ ക്ഷണം വേറൊരു തേരൊക്കെ വരുത്തി. വളരെ കഴിവുകളുണ്ട് രാവണന്.
അങ്ങനെ ദേവിയെയും കൊണ്ട് കടന്നു. ആ സമയം ദേവി പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കണ്ട് വിവരം പറയുന്നത് വരെ നിൻ്റെ ജീവനുണ്ടാകും എന്ന് അനുഗ്രഹിച്ചു. പിന്നീട് സീതാദേവി വീണ്ടും പലതും പറഞ്ഞ് വിലപിച്ച് താഴോട്ട് നോക്കുന്ന സമയം ആകാശത്തുകൂടി അങ്ങനെ ഈ രാവണൻ കൊണ്ടുപോകുന്ന സമയം പർവ്വതത്തിന് മുകളിൽ കുറേ കുരങ്ങന്മാരെ കണ്ടു. തൻ്റെ പതിയായ ശ്രീരാമനെ കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ആഭരണങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രത്തിൽ നിന്നും കുറച്ച് ഭാഗം മുറിച്ച് അതിൽ പൊതിഞ്ഞ് താഴേക്കിട്ടു.